അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൾജിബ്രായിക് ലിമിറ്റ് മെത്തേഡാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫോർമുലയിലേക്ക് നമുക്ക് എത്താനായിട്ട് ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. അതായത് ലിമിറ്റ് എക്സ് ടെൻഡ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4/x-2 ഇത് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 മറ്റൊരു ലിമിറ്റ് പ്രോബ്ലം എക്സ് സ്ക്വയർ മൈനസ് 9/x-3 മറ്റൊരു പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2x റൈസ് ടു 3 മൈനസ് 8/x-2 ഈ ടൈപ്പ് പ്രോബ്ലംസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന ഈ പ്രോബ്ലം നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെയ്തതാണ്. എക്സ് സ്ക്വയർ മൈനസ് 4ന് നമ്മൾ x+2 ഇൻറ്റു x-2 എന്ന് എഴുതി, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് ഫാക്ടറൈസ് ചെയ്തു. ഈ അടുത്ത എക്സ് സ്ക്വയർ മൈനസ് 9ന് നമുക്ക് x+3 ഇൻറ്റു x-3 എന്ന് എഴുതാം. അപ്പോൾ x-3യും x-3യും ക്യാൻസലായ അവസാനം x+3 മാത്രമാവും. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാം. ഈ കേസിൽ x³ -8 എന്നുള്ള കേസിൽ ഇപ്പോൾ 2 സെക്ഷനിൽ മുമ്പ് കണ്ട പോലെ ഈസി ആയിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈപ്പ് എല്ലാ പ്രോബ്ലത്തിലും അത് അങ്ങനെ ഫാക്ടറൈസേഷൻ നടക്കില്ല. ആ സമയത്താണ് നമ്മൾ ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഈ മുമ്പ് കണ്ടിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ ആണല്ലേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തുപോലെ അല്ലേ എന്ന്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു a എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് a ഈ രീതിയിലല്ലേ ഇത് നോക്കുക. ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലമിൽ 2 എക്സ് ടെൻഡ്സ് ടു 2 എന്നുള്ളത് ഇവിടെ എക്സ് ടെൻഡ്സ് ടു 3 ആണ്, ഇവിടെ വീണ്ടും എക്സ് ടെൻഡ്സ് ടു 2 ആണ്. താഴത്തെ നമ്മുടെ ഫോർമുലയിൽ എക്സ് ടെൻഡ്സ് ടു a എന്നാണ്. അപ്പോൾ എക്ക് പകരം ഒരു നമ്പർ ആണെങ്കിൽ ആ നമ്പർ x-a എന്നായിരിക്കും താഴെ വരിക. ഇപ്പോൾ 2 ഈ പ്രോബ്ലത്തിൽ മൂന്നാമത്തെ 1 2 3 ഈ തേർഡ് പ്രോബ്ലമിൽ എക്സ് ടെൻഡ്സ് ടു 2 ആയതുകൊണ്ട് അടിയിൽ x-2 വന്നു. സെക്കൻഡ് പ്രോബ്ലത്തിൽ എക്സ് ടെൻഡ്സ് ടു 3 ആയതുകൊണ്ട് അടിയിൽ x-3 വന്നു. അപ്പോൾ എക്സ് ടെൻഡ്സ് ടു a ആണെങ്കിൽ അടിയിൽ x-a വരണം. തൊട്ട് മുകളിൽ ന്യൂമറേറ്ററിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ് ടെൻഡ്സ് ടു 2 ആണ്, x³ -8 എന്നല്ലേ. ഇവിടെ x³ -2³ ആണ്. രണ്ടാമത്തെ പ്രോബ്ലമിലാണെങ്കിൽ x³ എക്സ് സ്ക്വയർ -3² എന്നാണ്. അപ്പോൾ മനസ്സിലാക്കുക, എക്സ് ടെൻഡ്സ് ടു a എക്സ് റൈസ് ടു n എന്നുള്ളത് മാറുന്നുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലത്തിൽ n 2 ആണ്, രണ്ടാമത്തേതിൽ n 2 ആണ്, മൂന്നാമത്തേൽ n 3 ആണ്. ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഫോർമുലയിലാണെങ്കിൽ n ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ n മുകളിൽ എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ആയിരിക്കും. എക്സ് ടെൻഡ്സ് ടു a x-a ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? n(a റൈസ് ടു n-1) എന്നെഴുതാം. ഫോർമുല ഒന്നുകൂടെ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു a താഴെ ഉറപ്പായിട്ടും x-a ആയിരിക്കും. ന്യൂമറേറ്ററിൽ എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ n(a റൈസ് ടു n-1) ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓരോ പ്രോബ്ലമായിട്ട് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലം തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 എക്സ് റൈസ് ടു 2 മൈനസ് 4/x-2 എന്നല്ലേ കിടക്കുന്നത്. അതിനെ നമുക്ക് മാറ്റി ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 എക്സ് സ്ക്വയർ -2² ഇപ്പം നിങ്ങൾ നോക്കിയേ, n = 2 അല്ലേ. ഈ മുമ്പ് കിടക്കുന്ന ഈ ഫോർമുല വഴി നമ്മൾ വെച്ച് അതിനെ കമ്പയർ ചെയ്യണം. ഓക്കെ, n = 2 ആണ്, a = 2 ആണ്. അപ്പോൾ എന്തെഴുതാം? n(a റൈസ് ടു n-1) എഴുതാം. എന്നിന് പകരം 2 കൊടുക്കാം. 2 ഇൻറ്റു 2 റൈസ് ടു 2-1 2 ഇൻറ്റു 2 ആൻസർ = 4. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 എക്സ് റൈസ് ടു 2 മൈനസ് 9/x-3 എന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 x² - 3² /x - 3 ആണ്.
ഫോർമുല വെച്ച് വീണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എ 3 ആണ്, എൻ 2 ആണ്. അപ്പോൾ എൻ എ റൈസ് ടു എൻ മൈനസ് 1 എന്നുള്ളത് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 റൈസ് ടു 2 മൈനസ് 1, അതായത് 2 ഇൻറ്റു 3 റൈസ് ടു 1, 3 റൈസ് ടു 1, അതായത് 2 ഇൻറ്റു 3 6. ഓക്കെ. മൂന്നാമത്തെ പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു 3 മൈനസ് 8 ബൈ എക്സ് മൈനസ് 2 എന്നല്ലേ. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ 8ന് പകരം 2 ക്യൂബ് എന്നല്ല, 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. അപ്പോൾ ഞാൻ രണ്ടാമത് ആ ഫോർമുല എടുത്ത് എഴുതുന്നതിന് പകരം ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ക്വസ്റ്റ്യനിൽ തിരുത്തരുത്, ഫോർമുല എടുത്ത് എഴുതുക. ഈക്വൽസ് എക്സ്. അപ്പോൾ ഈ കേസിൽ എ ഈക്വൽസ് 2 ആണ്, എൻ ഈക്വൽസ് 3 ആണ്. ഓക്കെ. ആൻസർ എങ്ങനെയാണ്? എൻ എ റൈസ് ടു എൻ മൈനസ് 1 എന്നാണ്. അപ്പോൾ 3 ഇൻറ്റു 2 റൈസ് ടു 2 മൈനസ് 1, 3 ഇൻറ്റു 2, എൻ 3 ആണ്, സോറി എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 അല്ലേ, എ 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 റൈസ് ടു 3 മൈനസ് 1, അപ്പോൾ 3 ഇൻറ്റു 4 ഈക്വൽസ് 12 എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യാം. മറ്റൊരു പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് സ്ക്വയർ മൈനസ് 16 ബൈ എക്സ് മൈനസ് 4. ഇവിടെ കമ്പയർ ചെയ്യുക. എ ഈക്വൽസ് 4 ആണ്, എൻ ഈക്വൽസ് 2 ആണ്. അപ്പോൾ ആൻസർ എൻ എ റൈസ് ടു എൻ മൈനസ് 1 വരിക, എൻ 2 ആണ്. 2 ഇൻറ്റു 4 റൈസ് ടു 2 മൈനസ് 1 ഈക്വൽസ് 2 ഇൻറ്റു 4 റൈസ് ടു 1, 2 ഇൻറ്റു 4 ഈക്വൽസ് 8. ഓക്കെ. ഇനി നെക്സ്റ്റ് ലെവൽ, ഒരു ലെവൽ കൂടെ കൂട്ടിയൊരു ടൈപ്പ് പ്രോബ്ലമാണ്. അഞ്ചാമത്തെ പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് റൈസ് ടു 3 മൈനസ് 64 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16. ഈ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്കൊരു കാര്യം മനസ്സിലാവും, അടിയിലെപ്പോഴും എക്സ് മൈനസ് എ എന്നായിരിക്കും. അതായത് ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്നല്ലേ. അടിയിലെപ്പോഴും എക്സ് മൈനസ് എ ആയിരിക്കും. എക്സിൻ്റെ ഒരു സ്ക്വയറോ ക്യൂബോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ മൈനസ് 16 എന്നാണ്. അപ്പോൾ ഇതിനെല്ലാം തൊട്ട് മുമ്പുള്ള പവറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും, എക്സ് റേസ് ടു 4 എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 64നെ നമുക്ക് 4ൻ്റെ ക്യൂബായിട്ട് എഴുതാം ബൈ എക്സ് സ്ക്വയർ മൈനസ് 4ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4. ഇനിയിപ്പോൾ അടിയിലൊരു എക്സ് മൈനസ് 4ൻ്റെ കുറവല്ലേ ഉള്ളത്, അതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ് ബൈ എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ബൈ എക്സ് മൈനസ് 4. ഇവിടെ എന്താ ചെയ്തത്? ഡിവൈഡ് ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ ബൈ എക്സ് മൈനസ് 4. ഇതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ. എക്സ് മൈനസ് 4 ഈ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ ആഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തു ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ട് തിരിഞ്ഞു. ഈ ഒരു പാർട്ടിൽ എക്സ് ടെൻസ് ടു 4 അപ്ലൈ ചെയ്യാം, രണ്ടാമത്തെ പാർട്ടിലും എക്സ് ടെൻസ് ടു 4 അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് 2 തവണ ലിമിറ്റ് 2 സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ് ബൈ എക്സ് മൈനസ് 4 എന്നുള്ള ഒരു പാർട്ടും
ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ബൈ എക്സ് മൈനസ് 4 എന്നുള്ള അടുത്ത പാർട്ടും. അപ്പോൾ 2 തവണ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. ആദ്യത്തെ കേസിൽ n ഈക്വൽസ് 3 ആണ്, a ഈക്വൽസ് 4 ആണ്. രണ്ടാമത്തെ കേസിൽ n ഈക്വൽസ് 2 ആണ്, a ഈക്വൽസ് 4 ആണ്. അപ്പോൾ 2 തവണയായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ആദ്യത്തെ കേസിൽ n(a)(n-1) ആണ്. ഓക്കെ, പിന്നെ n(a)(n-1) ആണ്. ക്യാൻസൽ ചെയ്ത് കളയരുത്, ഞാൻ 2 തവണ എഴുതിയെന്നുള്ളൂ. ആദ്യത്തെ കേസിൽ n ഈക്വൽസ് 3 ആണ്. 3 ഇൻറ്റു 4⁻³ - 1 രണ്ടാമത്തെ കേസിൽ n ഈക്വൽസ് 2 ആണ്. 2 ഇൻറ്റു 4⁻² - 1 സെപ്പറേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് ശരിക്കും ഈ സ്റ്റെപ്പ് വേണമെന്നില്ല, മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 4⁻² / 2 ഇൻറ്റു 4. അപ്പോൾ ആദ്യം 3 ഇൻറ്റു മുകളിൽ 4 2 ടൈംസ് ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 4 അല്ലേ, അതിങ്ങനെ എഴുതാം. 3 ഇൻറ്റു 4 ഇൻറ്റു 4 / 2 ഇൻറ്റു 4. 4 ക്യാൻസൽ ചെയ്തു. 3 ഇൻറ്റു 4 12/2 = 6. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യനാണ്. ഇതും ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഫോർമുല ഞാൻ ഒന്നുകൂടെ എഴുതാം, മനസ്സിലാക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു a x⁻n - a(x−a) എന്നാണ് ആ ഫോർമുല. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് 2 ആണ് കിടക്കുന്നത്. എയുടെ സ്ഥാനത്ത് 2 ആണ്. ഓക്കെ, ഇനി എന്നിൻ്റെ സ്ഥാനത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, x√x 2√2 എന്നാണ് കിടക്കുന്നത്. എക്സിന് പകരം തന്നെ അവിടെ x√x എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കണം. ഓക്കെ, ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. √x എന്ന് പറഞ്ഞാൽ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കാം. √x ഈക്വൽസ് x⁻1/2 എന്നാണ് നമുക്കറിയാം √x എന്ന് പറഞ്ഞാൽ. അപ്പോൾ x⁻m × x⁻n എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പറഞ്ഞല്ലോ x⁻m+n. ഓക്കെ, അപ്പോൾ √xൻ്റെ അർത്ഥം √xനെ നമ്മൾ പവറായിട്ട് എഴുതുന്നത് x⁻1/2 എന്നാണ്. ഇനി x√xനെ എങ്ങനെ മാറ്റാം? x⁻1 × x⁻1/2 എന്ന് എഴുതാം x√xന്. അപ്പോൾ അതിനെങ്ങനെ മാറ്റാം? x⁻1 + 1/2. അത് വന്നത് x⁻m × x⁻n = x⁻m+n നിന്നാണ്. അപ്പോൾ x⁻1 + 1/2 എന്ന് പറഞ്ഞാൽ x⁻3/2 എന്നാണ്. ഓക്കെ, 1 + 1/2 എങ്ങനെയാണ് വന്നതെന്ന് കിട്ടിയില്ലേ? 1 + 1/2 കിട്ടാനായിട്ട് 1/1 + 1/2 ചെയ്തിട്ടാണ് ആൻസർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3/2 എന്ന് വന്നു. ഓക്കെ, സെയിം മെത്തേഡിൽ തന്നെ 2√2 നമുക്ക് ചെയ്യാം. 2√2 എന്ന് പറഞ്ഞാൽ 2⁻1 × 2⁻1/2. √2 എന്ന് പറഞ്ഞാൽ 2⁻1/2 എന്നാണ്, അത് മറന്നു പോകരുത്. അപ്പോൾ 2⁻1 × 2⁻1/2 എന്ന് പറഞ്ഞാൽ 2⁻1 + 1/2 എന്ന് വെച്ചാൽ 2⁻3/2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 2, x√xന് പകരം കിടക്കുന്നത് x⁻3/2, 2√2ന് പകരം കിടക്കുന്നത് 2⁻3/2. മാറ്റി എഴുതാം. x⁻3/2 - 2⁻3/2 / x-2.
ഇപ്പോൾ ഒന്ന് ഓൾജിബ്രായിക് ഫോർമുല ആയിട്ട് കമ്പയർ ചെയ്യാം. എ ഈക്വൽസ് 2 ആണ്, n ഈക്വൽസ് 3/2 ആണ്. ഒന്ന് മാർക്ക് ചെയ്യാം. 3/2 പകരമാണ് ഇവിടെ n കിടക്കുന്നത്. ഇവിടുത്തെ 3/2 പകരം ഇവിടെ n കിടക്കുന്നു. അപ്പോൾ n ഈക്വൽസ് 3/2. എക്ക് പകരം 2 കിടക്കുന്നു. അപ്പോൾ ആൻസർ എങ്ങനെയാണ്? n(a)n-1 എന്നല്ലേ ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഫോർമുല? n(a)n-1. n-ന് പകരം 2 അല്ല 3/2 കൊടുക്കാം. എക്ക് പകരം 2. 3/2 ഇൻറ്റു 2^3/2 - 1 ഈക്വൽസ് 3/2 ഇൻറ്റു 2^3/2 - 1. 3/2 - 1 ഒന്ന് ചെയ്യാം. ഈക്വൽസ് 3/2 - 1/1. ഫ്രാക്ഷൻസ് തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ 1 ഉള്ളതാണ് നമ്മൾ 1/1 ആക്കി കേട്ടോ. ഇനി 3 × 1 ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കാണിച്ചു തരാണ്. 3 × 1 - 1 × 2/1 × 2 അല്ലേ? അപ്പോൾ 3 - 2/2 അതായത് 1/2. 2^1/2. അപ്പോൾ ക്വസ്റ്റ്യൻ 3/2 × 2^1/2 ആണ്. അപ്പോൾ 3/2^1 × 2^1/2 എന്നല്ലേ? അപ്പോൾ ഈ 2^1/2 ഫ്രാക്ഷൻ്റെ മേലെ കിടക്കുന്നത്. അത് താഴേക്ക് വരുമ്പോൾ 3/2^1 - 1/2 എന്ന് വരും. അപ്പോൾ 3/2^1/2 എന്ന് വരും. അതായത് 3/√2. ഓക്കെ, ആദ്യം അറിയേണ്ടത് ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. x⁻m/x⁻n എന്ന് പറഞ്ഞാൽ x⁻m - n ആണ്. x⁻n മുകളിലേക്ക് എടുത്തതാണ് ഇങ്ങനെ. അതുപോലെ x⁻m/x⁻n ഒരു രീതിയിൽ കൂടെ എഴുതാം. x⁻m താഴേക്ക് വരുമ്പോൾ x⁻n × x⁻m അതായത് 1/x⁻n - m എന്നും കൂടെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഫോർമുല തന്നെയാണ്. പെട്ടെന്ന് കണ്ട് അങ്ങനെ തോന്നില്ലെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. x√x എന്താണെന്നും 2√2 എന്താണെന്നും നോക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് t → 0 2 + t² - 4/t. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ലെങ്കിലും ഒന്ന് നോക്കിയാൽ അത് ക്ലിയർ ആണ്. ഇത് ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഫോർമുല വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഫോർമുല ഞാനൊന്ന് എഴുതി കാണിക്കാം. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ലിമിറ്റ് x → a x⁻n - a/n/x - a. അതിൻ്റെ ആൻസർ n(a)n-1 വരുന്നത്. ഇനി ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് ആദ്യം ഇത് നോക്കാം. 2 + t² എന്നല്ലേ? നമുക്കിവിടെ x⁻n എന്നാണ്, ഇവിടെ 2 + t² എന്നാണ്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, n ഈക്വൽസ് 2 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 4 എന്നല്ലേ കിടക്കുന്നത്? 4ന് 2ൻ്റെ പവറിൽ എഴുതാം, 2² എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതാണ്. ഇങ്ങനെ മാറും. ലിമിറ്റ് t → 0. ഇത് ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഫോർമുലയാണ് കേട്ടോ. ലിമിറ്റ് t → 0 2 + t² - 2²/t. അപ്പോൾ ഫോർമുല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ x ഈക്വൽസ് 2 + t ആണ്, a ഈക്വൽസ് 2 ആണല്ലോ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ താഴെ വരേണ്ടത് x - a ആണ് അല്ലേ? x - a എന്നാന്ന് നോക്കാം. 2 + t - 2 അതായത് t. ഇൻ ടേൺ താഴെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് 2 + t - 2 ആണ്, അതായത് x - a ആണ്. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് മാറ്റി എഴുതാം.
ഈക്വൽസ് ലിമിറ്റ് t ടെൻസ് ടു 0 2 പ്ലസ് ടി ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടിക്ക് പകരം 2 പ്ലസ് ടി മൈനസ് 2 എന്നെഴുതാം. അപ്പോൾ എന്താണ് എക്സ്? 2 പ്ലസ് ടി ആണ്, എ 2 ആണ്. എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ടി മൈനസ് 2 അഥവാ ടി ആണ്. ഓക്കെ, ഇനി മാറ്റേണ്ടത് ടി ടെൻസ് ടു 0 എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് വേണ്ടത് 2 പ്ലസ് ടി ടെൻസ് ടു 2 എന്നാണ്. ബിക്കോസ് നമുക്ക് വേണ്ടത് എക്സ് ടെൻസ് ടു എ എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടെ പറയാം. വേണ്ടത് എക്സ് ടെൻസ് ടു എ എന്നാണ്. എക്സ് ടെൻസ് ടു എ എന്നാണ് വേണ്ടത്. എക്സിന് പകരം 2 പ്ലസ് ടി ആണ്, എക്ക് പകരം 2 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 2 പ്ലസ് ടി ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ മീൻസ് ടി ടെൻസ് ടു, ഈ 2നെ ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ 2 മൈനസ് 2 മീൻസ് ടി ടെൻസ് ടു 0. ഇത്രയേ ഉള്ളൂ. എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ അത് ടി ടെൻസ് ടു 0 എന്നാണ്. ഞാൻ ഇതിനൊന്ന് മാറ്റുകയാണ്. ലിമിറ്റ് ടി ടെൻസ് ടു 0ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2 പ്ലസ് ടി ടെൻസ് ടു 2 എന്ന് എഴുതാം. അപ്പോൾ 2 പ്ലസ് ടി ടെൻസ് ടു 2 എന്ന് വെച്ചാൽ എന്താണ്? 2 പ്ലസ് ടി ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ ടി ടെൻസ് ടു 0 എന്നാണ്. 2 പ്ലസ് ടി ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ബൈ 2 പ്ലസ് ടി മൈനസ് 2. ഇപ്പോൾ എന്തായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നല്ലേ. ഇവിടെ വന്നിരിക്കുന്ന എ ഈക്വൽസ് 2 ആണ്, എന്നും 2 ആണ്, എക്സ് ആണ് 2 പ്ലസ് ടി. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? എൻ എ റേസ് ടു എൻ മൈനസ് 1 എന്നല്ലേ വേണ്ടത്? എൻ എ റേസ് ടു എൻ മൈനസ് 1 എന്നാണ് വേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 2 റേസ് ടു 2 മൈനസ് 1 എന്ന് വേണം. അതായത് 2 ഇൻറ്റു 2 റേസ് ടു 1 ഈക്വൽസ് 4.